ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പരാഗ്വേ പ്രസിഡന്റ് സാന്റിയാഗോ പെനയുമായുള്ള കൂടിക്കാഴ്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. ഭീകരവാദത്തിനെതിരായ ശക്തമായ നിലപാട് വ്യക്തമാക്കി ലോകരാജ്യങ്ങളിൽ പര്യടനം തുടർന്ന് ഇന്ത്യൻ പ്രതിനിധി സംഘങ്ങൾ. രാജ്യത്ത് നിലവിൽ 3900-ലധികം കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. വേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്ത് സ്കൂളുകൾ തുറന്നു. സംസ്ഥാനതല പ്രവേശനോത്സവം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി M. സുരാജ് ഇന്ന് നാമനിർദ്ദേശ പത്രിക നൽകി. IPL ഫൈനലിൽ നാളെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പഞ്ചാബ് കിങ്സുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പരാഗ്വേ പ്രസിഡന്റ് സാന്റിയാഗോ പെന പലാസിയോയുമായും ഉള്ള കൂടിക്കാഴ്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം നേതാക്കൾ അവലോകനം ചെയ്യും. 3 ദിവസത്തെ സന്ദർശനത്തിനായാണ് പരാഗ്വേ പ്രസിഡന്റ് ഇന്ത്യയിലെത്തിയത്. വിദേശകാര്യമന്ത്രി S. ജയശങ്കറും പരാഗ്വേ പ്രസിഡന്റുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം മെച്ചപ്പെടുത്തുന്നതിന് പ്രസിഡന്റ് പെന നടത്തുന്ന ശ്രമങ്ങളെ ശ്രീ ജയശങ്കർ അഭിനന്ദിച്ചു. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നിവരുമായും പരാഗ്വേ പ്രസിഡന്റ് ചർച്ച നടത്തും. തുടർന്ന് മുംബൈയിലെത്തുന്ന അദ്ദേഹം രാഷ്ട്രീയ നേതാക്കളുമായും വ്യവസായ പ്രമുഖരുമായും സംവദിക്കും. പരാഗ്വേ പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷമുള്ള സാന്റിയാഗോ പെനയുടെ ആദ്യ ഇന്ത്യ സന്ദർശനമാണിത്. ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ അയാട്ടയുടെ 81ാമത് പൊതുയോഗത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന സമ്മേളനത്തിൽ ആഗോള വ്യോമയാന മേഖലയിലെ പ്രമുഖർ ഉൾപ്പെടെ 1600-ലധികം പ്രതിനിധികൾ പങ്കെടുക്കും. വ്യോമയാന മേഖല സംബന്ധിച്ച സുപ്രധാന വിഷയങ്ങൾ ഉച്ചകോടിയിൽ ചർച്ചയാകും. ഭീകരവാദത്തിനെതിരെ ഇന്ത്യയുടെ ശക്തമായ നിലപാട് ലോകത്തെ അറിയിക്കുന്നതിനായി MPമാരുടെ നേതൃത്വത്തിൽ സർവകക്ഷി പ്രതിനിധി സംഘങ്ങൾ വിദേശ പര്യടനം തുടരുന്നു. 7 സംഘങ്ങളാണ് 32 രാജ്യങ്ങളിലായി പര്യടനം നടത്തുന്നത്. NCP MP സുപ്രിയ സുലെയുടെ നേതൃത്വത്തിലുള്ള സംഘം എത്യോപ്യ സന്ദർശനം പൂർത്തിയാക്കി ഈജിപ്തിലെത്തി. JDU MP സഞ്ജയ് കുമാർ ഝായുടെ നേതൃത്വത്തിലുള്ള മറ്റൊരു സംഘം മലേഷ്യ സന്ദർശനം തുടരുകയാണ്. ശിവസേന MP ശ്രീകാന്ത് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള സർവകക്ഷി പ്രതിനിധി സംഘം ലൈബീരിയയിലെ ഇന്ത്യൻ സമൂഹവുമായി സംവദിച്ചു. भारत इस टेररिज्म के खिलाफ गए 4-5 दशकों से लड़ता आ रहा है. आज भारत टेक्नोलॉजी के रूप में और अन्य रूप में एक महाशक्ति है. आज हम चौथी बड़ी अर्थव्यवस्था बन चुके हैं. आने वाले समय में तीसरी बड़ी अर्थव्यवस्था बन जाए. टेररिज्म के खिलाफ भी भारत ने इतने सालों तक लड़ाई लड़ी, लेकिन ये लड़ाई सिर्फ भारत और पाकिस्तान के बीच में है या भारत और टेररिज्म के बीच में है? नहीं, ये लड़ाई पूरे अभी विश्व में धीरे धीरे फैल रही है. तो पूरे विश्व को जागृत करना जरूरी है, पूरे विश्व को सेंसिटाइज करना जरूरी है. BJP MP ബൈജയന്ത് പാണ്ഡെയുടെ നേതൃത്വത്തിലുള്ള സംഘം അൾജീരിയയിലാണ് ഉള്ളത്. കോൺഗ്രസ് MP ശശി തരൂർ നയിക്കുന്ന പ്രതിനിധി സംഘം ബ്രസീലിൽ നിന്നും നാളെ US തിരിക്കും. രാജ്യത്ത് നിലവിൽ 3960-ലധികം കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. 1035 പേർക്ക് രോഗബാധ റിപ്പോർട്ട് ചെയ്ത കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ. മഹാരാഷ്ട്രയിൽ 506-ഉം ഡൽഹിയിൽ 483-ഉം കേസുകൾ റിപ്പോർട്ട് ചെയ്തതായി ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. വേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്ത് സ്കൂളുകൾ ഇന്ന് തുറന്നു. സംസ്ഥാനതല പ്രവേശനോത്സവം മുഖ്യമന്ത്രി പിണറായി വിജയൻ ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്തു. അറിവ് ലഭിക്കുന്നതിലേക്ക് മാത്രമായി വിദ്യാലയ ജീവിതം ചുരുങ്ങരുതെന്നും മികച്ച ജീവിതം കെട്ടിപ്പടുക്കാൻ അറിവിനൊപ്പം വിവേകവും വേണമെന്നും മുഖ്യമന്ത്രി ചടങ്ങിൽ പറഞ്ഞു. എല്ലാ കുഞ്ഞുങ്ങളുടെയും കൈകളിൽ അടുത്ത അധ്യയന വർഷത്തേക്കുള്ള പുസ്തകങ്ങൾ കഴിഞ്ഞ അധ്യയന വർഷം അവസാനിക്കുമ്പോൾ തന്നെ എത്തിച്ചേർന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. വിദ്യാഭ്യാസത്തിന്റെ പ്രധാന ഉന്നം തന്നെ അറിവ് നേടലാണ്. അറിവാർജിച്ച് ആത്മവിശ്വാസത്തോടെ വളരുന്നതിന്റെ ആനന്ദമാണ് ഈ ആധുനിക കാലത്ത് വിദ്യാഭ്യാസത്തിലൂടെ ലഭിക്കേണ്ടത്. അതിലേക്കാണ് നമ്മുടെ കുരുന്നുകൾ ചുവടുവെക്കുന്നത്. നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതം. LDF സ്ഥാനാർത്ഥി M. സുരാജ് അല്പം മുൻപ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. തൃണമൂൽ സ്ഥാനാർത്ഥിയായി പത്രിക നൽകുമെന്നും ചിഹ്നം അംഗീകരിച്ചില്ലെങ്കിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്നും മുൻ MLA PV അൻവർ പറഞ്ഞു. NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജും ഇന്ന് പത്രിക നൽകുമെന്നാണ് വിവരം. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് നേരത്തെ പത്രിക സമർപ്പിച്ചിരുന്നു. നിലമ്പൂരിൽ ഈ മാസം 19-നാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 23-ന് നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാനത്ത് +1 പ്രവേശനത്തിനുള്ള ആദ്യ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. ഇത് പ്രകാരമുള്ള പ്രവേശനം വ്യാഴാഴ്ച പൂർത്തിയാകും. ഈ മാസം 10-ന് രണ്ടാം അലോട്ട്മെന്റും 16-ന് മൂന്നാം അലോട്ട്മെന്റും പ്രസിദ്ധീകരിക്കും. 18-നാണ് +1 ക്ലാസുകൾ ആരംഭിക്കുക. JEE അഡ്വാൻസ് പരീക്ഷാഫലം കാൺപൂർ IIT പ്രഖ്യാപിച്ചു. റിസൾട്ട് 25.JEE.adv.ac.in എന്ന വെബ്സൈറ്റിലൂടെ വിദ്യാർത്ഥികൾക്ക് ഫലം ലഭ്യമാകും. IIT-കളിലെയും മറ്റ് സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും ബിരുദ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനാണ് JEE അഡ്വാൻസ് പരീക്ഷ നടത്തുന്നത്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കനത്ത മഴ തുടരുന്നു. റോഡ് ഗതാഗതവും ട്രെയിൻ സർവീസുകളും തടസ്സപ്പെട്ടു. തെക്കൻ അസമിലെ സിൽച്ചാറിൽ 24 മണിക്കൂറിനുള്ളിൽ 415 മില്ലിമീറ്ററിലേറെ മഴയാണ് പെയ്തത്. അസമിലെ 11 ജില്ലകളിൽ വെള്ളപ്പൊക്ക ജാഗ്രതാ നിർദ്ദേശം നൽകി. കനത്ത മഴയെ തുടർന്ന് മണിപ്പൂരിൽ എല്ലാ സ്കൂളുകളുടെയും വേനൽക്കാല അവധി നീട്ടി. സിക്കിമിലെ ലാച്ചുങ്ങിൽ കുടുങ്ങിയ 1678 വിനോദസഞ്ചാരികളെ സുരക്ഷിതമായി ഒഴിപ്പിച്ചു. മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടായ കനത്ത മഴയിൽ റോഡുകൾ തകർന്നതും പാലങ്ങൾ ഒലിച്ചുപോയതും മൂലം ലാച്ചൻ പ്രദേശം പൂർണ്ണമായും ഒറ്റപ്പെട്ടിരുന്നു. വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും കാരണം ദുരിതമനുഭവിക്കുന്ന 4 വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തു. ദേശീയ ദുരന്ത നിവാരണ സേന ഉൾപ്പെടെ പ്രദേശത്ത് രക്ഷാപ്രവർത്തനം നടത്തി വരികയാണ്. സംസ്ഥാനത്ത് മഴയ്ക്ക് നേരിയ ശമനം. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മാത്രമാണ് ഇന്ന് മഞ്ഞ ജാഗ്രത. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ വലിയ നാശനഷ്ടമാണ് ഉണ്ടായത്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് തുടരും. അണ്ണാ സർവകലാശാലയിലെ വിദ്യാർത്ഥിനിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതി ജ്ഞാനശേഖറിന് ജീവപര്യന്തം തടവും 90,000 രൂപ പിഴയും വിധിച്ച് ചെന്നൈ മഹിളാ കോടതി. പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. രാജ്യത്തുടനീളം വികസിത് കൃഷി സങ്കൽപ് അഭിയാൻ ക്യാമ്പയിൻ പുരോഗമിക്കുന്നു. കേരളത്തിൽ വിവിധയിടങ്ങളിൽ നടന്ന പരിപാടികളിൽ നിരവധി കർഷകർ പങ്കെടുത്തു. ക്യാമ്പയിൻ ഈ മാസം 12 വരെ തുടരും. IPL ക്രിക്കറ്റിൽ നാളെ നടക്കുന്ന ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പഞ്ചാബ് കിങ്സുമായി ഏറ്റുമുട്ടും. അഹമ്മദാബാദിൽ രാത്രി 7:30-നാണ് മത്സരം. കന്നിക്കിരീടം ലക്ഷ്യമിട്ടാണ് ശ്രേയസ് അയ്യർ നയിക്കുന്ന പഞ്ചാബും രജത് പാട്ടിദാറിന്റെ നേതൃത്വത്തിലുള്ള ബംഗളൂരുവും നാളെ കളത്തിലിറങ്ങുന്നത്. 5 റഷ്യൻ വ്യോമതാവളങ്ങളെ ലക്ഷ്യമിട്ട് വ്യോമാക്രമണങ്ങൾ നടത്തി യുക്രൈൻ. റഷ്യയുടെ 40-ലധികം സൈനിക വിമാനങ്ങൾ തകർത്തതായും യുക്രൈൻ അവകാശപ്പെട്ടു. ആക്രമണം റഷ്യ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഡ്രോൺ ആക്രമണത്തിൽ വിമാനങ്ങൾ കത്തിനശിച്ചതായും ആളപായം ഉണ്ടായിട്ടില്ലെന്നും റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. റഷ്യയിൽ യുക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണങ്ങളിൽ ഏറ്റവും വലുതാണിത്. ഗാസ മുനമ്പിൽ ഭക്ഷ്യവിതരണ കേന്ദ്രത്തിന് സമീപമുണ്ടായ വെടിവയ്പിൽ 30-ലധികം പേർ കൊല്ലപ്പെട്ടു. 180ഓളം പേർക്ക് പരിക്കേറ്റു. ഇസ്രായേൽ പിന്തുണയുള്ള സംഘടന നടത്തുന്ന റഫേലെ സഹായ കേന്ദ്രത്തിന് സമീപമാണ് വെടിവയ്പുണ്ടായത്. ഇസ്രായേൽ സൈന്യമാണ് ആക്രമണത്തിന് പിന്നിലെന്ന ആരോപണം സേനാ നേതൃത്വം തള്ളി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസസ് 105 പോയിന്റ് താഴ്ന്ന് 81,345-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 30 പോയിന്റ് നഷ്ടത്തിൽ 24,720-ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവിലയിൽ വർധന. ഗ്രാമിന് 30 രൂപ വർദ്ധിച്ച് 8,950 രൂപയും പവന് 71,600 രൂപയുമാണ് ഇന്നത്തെ വില. 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കൈലാസ് മാനസ സരോവർ യാത്രയ്ക്ക് ആതിഥേയത്വം വഹിക്കാൻ തയ്യാറെടുത്ത് സിക്കിം സർക്കാർ. ആദ്യ ബാച്ച് തീർത്ഥാടകർ ഈ മാസം 15-ന് ഗാംഗ്ടോക്കിലെത്തും. ഗാംഗ്ടോക്കിൽ നിന്ന് ആരംഭിച്ച് നാഥുല വഴി കൈലാസത്തിലും മാനസ സരോവറിലും ഏകദേശം 20 ദിവസം കൊണ്ടാണ് യാത്രികർ എത്തിച്ചേരുക. തെലങ്കാന സംസ്ഥാനം രൂപീകൃതമായിട്ട് ഇന്ന് 11 വർഷം. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയ പ്രമുഖർ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. 2014-ലാണ് രാജ്യത്തെ 29ാമത്തെ സംസ്ഥാനമായി തെലങ്കാന രൂപീകൃതമായത്. സംസ്ഥാനത്തുടനീളം വിവിധ പരിപാടികളാണ് ഇതോടനുബന്ധിച്ച് നടക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പരാഗ്വെ പ്രസിഡന്റ് സാന്റിയാഗോ പെനയുമായുള്ള കൂടിക്കാഴ്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. ഭീകരവാദത്തിനെതിരായ ശക്തമായ നിലപാട് വ്യക്തമാക്കി ലോകരാജ്യങ്ങളിൽ പര്യടനം തുടർന്ന് ഇന്ത്യൻ പ്രതിനിധി സംഘങ്ങൾ. രാജ്യത്ത് നിലവിൽ 3,900-ലധികം കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. വേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്ത് സ്കൂളുകൾ തുറന്നു. സംസ്ഥാനതല പ്രവേശനോത്സവം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി M. സുരാജ് ഇന്ന് നാമനിർദ്ദേശ പത്രിക നൽകി. IPL ഫൈനലിൽ നാളെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പഞ്ചാബ് കിങ്സുമായി ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30-ന്.